ഇന്നത്തേത് ഒരു വെജ് റെസിപ്പിയാണ് കേട്ടോ. പ്രഥമന് വേണ്ടിയിട്ട് പരിപ്പ് മൂപ്പിച്ച് വെച്ചതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് ഒരു മുരിങ്ങക്കോലാണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം ഈ പരിപ്പും മുരിങ്ങക്കോലും കൂടെയാണ് നമ്മൾ നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു കറി മാത്രം മതി കേട്ടോ. ഞാൻ 2-3 ചെറിയ ഉള്ളിയും അതുപോലെ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മതി കേട്ടോ. ഇനി കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇച്ചിരി ജീരകവും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ ഓൾറെഡി പരിപ്പ് വെന്തത് കൊണ്ട് ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് വെള്ളം ചേർത്ത് വേവിച്ച് ഒന്നും കൂടെ അതൊന്ന് വേവിക്കുക കേട്ടോ. ഒറ്റ വിസിൽ മതി, അല്ലെങ്കിൽ മുരിങ്ങക്കോൽ ഉടഞ്ഞു പോകും. ഇനി തേങ്ങയിൽ നമ്മൾ ജീരകവും മഞ്ഞൾപ്പൊടി ഇച്ചിരി വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്ന ഇത് വെന്ത് വന്നതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ച് വന്നതിന് ശേഷം താളിച്ച് കൊടുക്കുക. ഇതിൽ ഇത്തിരി ഉലുവയും ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.